PR ശിവശങ്കർ, മഹാരാഷ്ട്രയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP തരംഗമാണ്. 29-ൽ 26 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും BJP സഖ്യം ശക്തമായ മേധാവിത്വം തുടരുകയാണ്. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ BMCയിലും കാവി തരംഗം 100 കടന്ന് മഹായുതി ലീഡ് ചെയ്യുന്നു. ഉദ്ധവ് ശിവസേന കോട്ടകൾ തകർന്ന് അടിഞ്ഞിരിക്കുന്നു. ശിവശങ്കർ എങ്ങനെ വിലയിരുത്തുന്നു ഈ മുന്നേറ്റത്തെ? അനിൽ, ഞാനിതിൽ വലിയ അത്ഭുതങ്ങളൊന്നും കാണുന്നില്ല. ഇത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഭാരതം എങ്ങനെ ചിന്തിക്കുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളും പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നു. അത് ജാതി മത വർഗീയ കക്ഷികൾക്ക് അതീതമായി, അല്ലെങ്കിൽ ഇന്ത്യയെ തകർക്കുന്ന കോൺഗ്രസിന്റെ നയങ്ങൾക്ക് അതീതമായി ഈ രാജ്യത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന എല്ലാവരും ഇന്ന് BJP അല്ലെങ്കിൽ NDA സഖ്യകക്ഷികൾക്ക് അനുകൂലമായിട്ടാണ് ചിന്തിക്കുന്നത്. നരേന്ദ്രമോദിയുടെ വികസനത്തിന് അനുകൂലമായിട്ടാണ് ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇന്ന് ഇന്ത്യയിലെ വികസിത അല്ലെങ്കിൽ നമുക്ക് വിദ്യാസമ്പന്നരായ അല്ലെങ്കിൽ ഒരു കൂട്ടം സിറ്റി ഓറിയന്റഡ് ജനങ്ങൾ അത് കൂടുതൽ BJPക്ക് അനുകൂലമായി, BJPയുടെ വികസന അജണ്ടയ്ക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു, ചിന്തിക്കുന്നു, വോട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ മഹാരാഷ്ട്രയിലെ സാമ്പത്തികമായി ഉയർന്ന അല്ലെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസമായി ഉന്നതിയിലുള്ള ആളുകൾ മത വർഗീയ ചിന്തകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് BJPക്ക് അനുകൂലമായി ഒരുപക്ഷെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത പല ഭാഗങ്ങളിൽ പോലും ശിവസേനയും അതേപോലെ തന്നെ താക്കറയുടെ ഒക്കെ കൺട്രോളിൽ ഇരുന്നിരുന്ന 40 വർഷമായി കൺട്രോളിൽ ഇരുന്നിരുന്ന പല സ്ഥലങ്ങളും, അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം മെജോറിറ്റിയുള്ള പല മണ്ഡലങ്ങളിൽ പോലും ഇന്ന് BJPക്ക് വളരെ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു. ന്യൂനപക്ഷങ്ങളും BJPയുടെ വികസന അജണ്ടയ്ക്ക് അനുകൂലമായി ചിന്തിക്കുന്നു, വോട്ട് ചെയ്യുന്നു. ഇതൊരു ശുഭകരമായ തുടക്കമാണ്. മഹാരാഷ്ട്രയിൽ അല്ലെങ്കിൽ ബോംബെയിൽ നമ്മൾ നിരന്തരമായി കണ്ടുവരുന്നിരുന്ന വർഗീയ സംഘടനകളിൽ നിന്നൊക്കെ മാറി ജനങ്ങൾ വികസനത്തിന് അനുകൂലമായി ചിന്തിക്കുന്നു, BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്നു എന്നുള്ളത് ഈ രാജ്യത്തിന്റെ പുരോഗതിയെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു വലിയ വിജയമായി ഈ നാളത്തെ ചരിത്രം രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ശിവശങ്കർ, നോക്കൂ, മുംബൈ, പൂനെ, നാഗ്പൂർ ഇവിടങ്ങളിലെല്ലാം മലയാളികളുടെ പ്രാതിനിധ്യം വലിയ തരത്തിൽ, മാത്രമല്ല ഈ കല്യാൺ അതുപോലെ ഡോംബിവില്ലി മേഖലകളിലൊക്കെ ഏറ്റവും മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ്. അവിടുത്തെ മലയാളികൾ വികസനത്തിന് അനുകൂലമായി ചിന്തിക്കുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എങ്കിലും മുംബൈയിലുള്ള മലയാളികളുടെ ആ സമാന ചിന്താഗതിയിലേക്ക് കേരളത്തിലെ മലയാളികൾ എത്തിച്ചേരുമോ? PR ശിവശങ്കർ. ഞാനതില് പത്രദൃശ്യ മാധ്യമങ്ങളെയാണ് കുറ്റം പറയുക. കാരണം കേരളത്തിലെ മനുഷ്യരുടെ മനസ്സ് രൂപപ്പെടുത്തുന്നതിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അവരൊരു ജനം TV ഒഴിച്ചിട്ട് ഈ വാർത്ത പോലും ഇപ്പൊ കൊടുക്കുന്നില്ല. അവർക്ക് മറ്റു പല വാർത്തകളുമാണ് ഇന്ന് പ്രാധാന്യം. അതുകൊണ്ട് കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങൾ നിരന്തരമായി BJP വിരുദ്ധ, നരേന്ദ്രമോദി വിരുദ്ധ, RSS വിരുദ്ധ ലേഖനങ്ങൾ അല്ലെങ്കിൽ ഒരു വാർത്തകൾ കൊടുത്ത് ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനെ തീർച്ചയായും മറ്റൊരു രീതിയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പൊ നോക്കൂ, ഞാനൊരു ഉദാഹരണം, എനിക്ക് അല്പം സമയം കിട്ടുമെങ്കിൽ ഒരു ഉദാഹരണം നോക്കൂ. ഇപ്പൊ ഈ കുട്ടികളുടെ കലോത്സവത്തിൽ അവർ നയിക്കുന്നത് ഗാസയിലെ കൂട്ടക്കുരുതിയെ കുറിച്ചിട്ട് വലിയ നാടകം. ആ നാടകത്തെക്കുറിച്ച് മിക്കവാറും എല്ലാ ചാനലുകൾ വലിയ രീതിയിലുള്ള പ്രചരണം. ഗാസയിലെ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ കൂട്ടക്കുരുതികൾ, കുട്ടികൾ മരിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങ് ബംഗ്ലാദേശിലായാലും മറ്റ് സിറിയയിലായാലും മറ്റ് രാജ്യങ്ങൾ, ലോക രാജ്യങ്ങളിലെല്ലാം നടക്കുന്ന കൊലപാതകങ്ങളെ എല്ലാം ചെറുതാക്കി കണ്ടുകൊണ്ട് ഗാസയിൽ മാത്രമാണ് ചെറിയ രീതിയിലുള്ള ഒരു വർഗത്തിനെ കൊന്നൊടുക്കുന്നത് എന്ന രീതിയിലുള്ള പ്രചരണം, ആ പ്രചരണത്തിനെയാണ് നിങ്ങൾ ഇവിടെ പത്രദൃശ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അനിൽ നമ്പ്യാരുടെ സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് നിങ്ങളൊക്കെ എല്ലാവരും സുഹൃത്തുക്കളാണ്. PR ശിവശങ്കർ, എനിക്ക് ശത്രുക്കളില്ല. അല്ല, എന്നാലും അത്തരത്തിലുള്ള പത്രദൃശ്യ മാധ്യമങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒരു പരിധിവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലും ഇവിടുത്തെ BJP, നരേന്ദ്രമോദി ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന് അല്ലെങ്കിൽ വികസനത്തിന്റെ രാഷ്ട്രീയത്തെ കുറച്ച് കാണുന്നതിലും ഇവിടുത്തെ ജനങ്ങളെ ഇവർ ഒരു മോൾഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ അങ്ങനെ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ആ ട്രാക്കിൽ നിന്നൊക്കെ അവർ മാറും. എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിലെ മലയാളികളും
വികസനത്തിന് അനുകൂലമായി, നരേന്ദ്രമോദിയുടെ വികസനത്തിന് അനുകൂലമായി, BJPയുടെ ഒരു വികസന അജണ്ടയ്ക്ക് അനുകൂലമായി പുതിയ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്ന വികസിത കേരളം എന്നുള്ള ഒരു മുദ്രാവാക്യത്തിന് അനുകൂലമായി ചിന്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.